നമസ്കാരം ദോസ്തോ. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് തുടങ്ങിവെച്ച ഈ ഗൾഫ് യുദ്ധം ഇപ്പോൾ ഇന്ത്യയുടെ പടിവാതിക്കലിൽ വന്നെത്തിയിരിക്കുകയാണ്. 2026 മാർച്ച് 4 രാവിലെ ശ്രീലങ്കയുടെ ഗാലെ സിറ്റിയിൽ നിന്ന് 40 നോട്ടിക്കൽ മൈലുകൾക്കപ്പുറം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഒരു ഇറാനിയൻ യുദ്ധക്കപ്പൽ സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. ഐറിസ് ദേന. 2 ആഴ്ച മുമ്പ് ഇന്ത്യൻ നാവികസേനയോടൊപ്പം മിലൻ 2026 എന്ന സംയുക്ത നാവികാഭ്യാസം കഴിഞ്ഞ് തിരിച്ചു പോവുകയായിരുന്നു ഈ സേന. Ladies and gentlemen, the contingent from Iran. ഇന്ത്യൻ നേവി തന്നെയാണ് ബ്രിഡ്ജസ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് എന്ന ഹാഷ്ടാഗിൽ ഇറാനിയൻ കപ്പലിനെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്തത്. പക്ഷേ അന്ന് രാവിലെ അമേരിക്കയുടെ കണ്ണുകൾ ഇതിനുമേൽ പതിക്കുകയായിരുന്നു. തുടർന്ന് അമേരിക്കൻ മുങ്ങിക്കപ്പലായ MK-48 ടോർപിഡോ കൊണ്ട് ഈ കപ്പലിനെ അമേരിക്ക ആക്രമിക്കുന്നു. സെക്കൻഡുകൾക്കുള്ളിൽ ഇറാനിയൻ കപ്പൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മുങ്ങിത്താണു. 87 ഇറാനിയൻ പട്ടാളക്കാർ കൊല്ലപ്പെട്ടു. 32 പേരെ ശ്രീലങ്കൻ സേന രക്ഷിച്ചു. ഇന്ത്യ എന്തു ചെയ്തു? ഒന്നും ചെയ്തില്ല. ഇത് ഞങ്ങളുടെ കാര്യമല്ലെന്ന് പറഞ്ഞ് BJPയുടെ ഔദ്യോഗിക അക്കൗണ്ടിലൂടെ ട്വീറ്റ് ചെയ്തു. ഇതിൽ ഞങ്ങൾക്ക് യാതൊന്നും ചെയ്യാനില്ലെന്നാണ് ആ ട്വീറ്റിൽ പറയുന്നത്. ഇതൊരു കപ്പൽ മുങ്ങിയ കഥയല്ല, മറിച്ച് എങ്ങനെയാണ് ഇന്ത്യയുടെ വിദേശ നയം ഓരോ ദിവസവും മോശമായിക്കൊണ്ടിരിക്കുന്നത് എന്ന കഥയാണ്. രാജ്യം നിരന്തരം അപമാനിക്കപ്പെടുമ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും മുന്നിൽ എങ്ങനെയാണ് മുട്ടുമടക്കിയിരിക്കുന്നത് എന്നതിന്റെ കഥയാണ്. അതിനു മുമ്പ് ഈ യുദ്ധം ഇപ്പോൾ എവിടെയാണ് എത്തി നിൽക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലടക്കം അവിടുത്തെ പ്രധാന നഗരങ്ങളിലെല്ലാം ആക്രമണം നടന്നിട്ടുണ്ട്. അമേരിക്കൻ സേന ഇറാനിൽ 2000-ഓളം ലക്ഷ്യസ്ഥാനങ്ങളിൽ ഇതിനകം ബോംബുകൾ വർഷിച്ചു കഴിഞ്ഞു. രാജ്യത്തിന്റെ മുക്കും മൂലയും ബോംബിങ്ങിന് ഇരയായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങേ തലക്കിൽ ഇറാനും വെറുതെ ഒന്നും ഇരിക്കുന്നില്ല. മിഡിൽ ഈസ്റ്റിലെ 9 രാജ്യങ്ങളിലുള്ള 27 അമേരിക്കൻ മിലിറ്ററി ബേസുകളിൽ ഇറാൻ മിസൈൽ ആക്രമണങ്ങൾ നടത്തി. സത്യത്തിൽ ഇതിലെ മിക്ക മിസൈലുകളും പ്രതിരോധിക്കപ്പെട്ടു. എങ്കിലും ബഹ്റിനിലെ അമേരിക്കൻ നാവികസേനയുടെ ആസ്ഥാനത്ത് നിന്ന് പുക ഉയരുന്നത് കാണാമായിരുന്നു. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ നേവിയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നത് ഇവിടെ നിന്നാണ്. കുവൈറ്റിലെ 3 ഫൈറ്റർ ജെറ്റുകൾ തകർത്തു. ഇതിനെ പറയുന്നത് ഫ്രണ്ട്ലി ഫയർ എന്നാണ്. സൗദി അറേബ്യയിലെ റിയാദിൽ 2 ഡ്രോണുകൾ നേരെ ചെന്ന് പതിച്ചത് അമേരിക്കൻ എംബസിയിലാണ്. ഇറാന്റെ ആക്രമണത്തിൽ കുറഞ്ഞത് 6 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു. ഇസ്രായേലിലെ ടെല്ലവീവിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 40-ലധികം കെട്ടിടങ്ങൾ തകർന്നു. ഇറാനിലാവട്ടെ അമേരിക്കൻ ഇസ്രായേൽ ആക്രമണങ്ങളിൽ 1000-ലധികം പേർ കൊല്ലപ്പെട്ടു. ഗൾഫ് രാജ്യങ്ങളിൽ ഇറാൻ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ 9 പേർ കൊല്ലപ്പെട്ടു. അയത്തുള്ള അൽ ഖമനൈ കൊല്ലപ്പെട്ടാൽ ഇറാൻ പെട്ടെന്ന് തന്നെ തോൽവി സംബന്ധിച്ച് കീഴടങ്ങുമെന്നായിരുന്നു അമേരിക്കയും ഇസ്രായേലും കരുതിയിരുന്നത്. പക്ഷേ അത് സംഭവിച്ചില്ല. പകരം പുതിയ പ്രദേശങ്ങളിലേക്ക് ഈ യുദ്ധം അതിവേഗം പടർന്നു. ഇറാന്റെ സഖ്യകക്ഷിയായ ലെബനനിലെ ഹിസ്ബുള്ളയും ഈ യുദ്ധത്തിൽ പങ്കുചേർന്നിരിക്കുകയാണ്. ഇതൊന്നും കൂടാതെ നാം ഏറ്റവും കൂടുതൽ ഭയന്ന കാര്യം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു. ലോകത്തെ ഏറ്റവും വലിയ എണ്ണ റൂട്ടായ ഹോർമോസ് കടലിടുക്ക് ഇറാൻ അടച്ചു. ഇതിലൂടെ കപ്പലുകൾ കടന്നു പോവുകയാണെങ്കിൽ തീയിടുമെന്ന് ഇറാൻ ഭീഷണി. ലോകത്തെ ആകെ എണ്ണ ഉപയോഗത്തിനുള്ള 20% എണ്ണയും ഈ റൂട്ടിലൂടെയാണ് വരുന്നത്. ഇത് ഇന്ത്യക്കൊരു പേടി സ്വപ്നമാണ്. അത് മറ്റൊരു വീഡിയോയിൽ വിശദമായി പറയാം. അതിനു മുമ്പ് നിങ്ങൾ ഐറിസ് ദേനയുടെ മുഴുവൻ കഥയും മനസ്സിലാക്കണം. ആഴത്തിൽ ചെല്ലും തോറും അത്രയും മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കഥയാണ് ഐറിസ് ദേന. വെറും ഒരു യുദ്ധക്കപ്പൽ മാത്രമായിരുന്നില്ല ഐറിസ് ദേന. ഇന്ത്യൻ സേനയുടെ ഫ്ലാഗ്ഷിപ്പ് മൾട്ടിനാഷണൽ സംയുക്ത നാവികാഭ്യാസമായ മിലൻ 2026 പങ്കെടുത്ത് ഇറാനിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു ആ കപ്പൽ. ഇന്ത്യൻ നേവിയുടെ കിഴക്കൻ നേവൽ കമാൻഡ് ഐറിസ് ദേനയെ സ്വാഗതം ചെയ്തുകൊണ്ട് ഫെബ്രുവരി 17 ബ്രിഡ്ജസ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് യുണൈറ്റഡ് ത്രൂ ഓഷ്യൻസ് എന്നീ ഹാഷ്ടാഗുകൾ നൽകി ട്വീറ്റ് ചെയ്തിരുന്നു. ഇതിൽ സഞ്ചരിച്ചിരുന്ന ഇറാനിയൻ നാവികസേനാംഗങ്ങൾ വിശാഖപട്ടണത്ത് നടന്ന പരേഡിൽ മാർച്ച് ചെയ്തിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. 2 ആഴ്ച മുമ്പ് ഈ സൈനികർ ഇന്ത്യയിലെ വിശാഖപട്ടണത്ത് ഇന്ത്യൻ നാവിക സൈനികരോടൊപ്പം തോളോട് തോൾ ചേർന്ന് മാർച്ച് ചെയ്യുകയായിരുന്നു. 2 ആഴ്ചയ്ക്കപ്പുറം ഇതിലെ 87 സൈനികരുടെ മൃതദേഹം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഒഴുകി നടന്നു. ഇതിലെ ഏറ്റവും നീചമായ പ്രവൃത്തി അമേരിക്ക ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഈ കപ്പലിനെ തകർത്തിട്ടും അതേക്കുറിച്ച് ഇന്ത്യൻ സർക്കാർ ഒരക്ഷരം പറഞ്ഞില്ല എന്നതാണ്. പറയാത്ത പോട്ടെ, ഐറിസ് ദേനയിൽ നിന്ന് രക്ഷാപ്രവർത്തനത്തിനുള്ള അടിയന്തര സന്ദേശം ലഭിച്ചപ്പോൾ ശ്രീലങ്കയാണ് രക്ഷാപ്രവർത്തനത്തിനിടങ്ങിയത്. ഇന്ത്യയിൽ നിന്ന് ആദ്യം ആരും പോയില്ല. ഇന്ത്യയുടെ ഭാഗത്ത് നിന്നൊരു സന്ദേശം പോലും ഇറാന് ലഭിച്ചില്ലെന്നത്, യാതൊരു ചർച്ചയും നടന്നിട്ടില്ലെന്നുമാണ് ഇന്ത്യയിലെ ഇറാനിയൻ അംബാസഡർ മുഹമ്മദ് ഫത്താലി പറഞ്ഞത്. ഇന്ത്യയുടെ മുൻ വിദേശകാര്യ സെക്രട്ടറി കൻവൻ സിവൽ പറഞ്ഞതാണ് ഇതിലെ ഞെട്ടിക്കുന്ന കാര്യം. പ്രോട്ടോകോൾ അനുസരിച്ച് അവർ ആയുധങ്ങൾ കൊണ്ടായിരുന്നില്ല സൈനികാഭ്യാസത്തിനെത്തിയത്. അതുകൊണ്ട് അവർ നിരായുധരായിരുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യം എന്താണെന്ന് അറിയാമോ? അമേരിക്കയോടും ഇസ്രായേലിനോടുമാണ്.
ട്രംപിന്റെ കീഴിൽ അമേരിക്ക എത്ര തരം താണുമെന്ന് ചോദിച്ചാൽ അവർക്ക് അന്താരാഷ്ട്ര നിയമങ്ങളെ കുറിച്ച് യാതൊരു ബോധവുമില്ല. എന്ത് വേണമെങ്കിലും ചെയ്യാം. ഒരു പ്രകോപനവും ഇല്ലാത്ത ലോകത്ത് എവിടെയും ചെന്ന് തോന്നുന്ന വിധം ബോംബിടുകയാണ് അമേരിക്ക. അമേരിക്കയുടെ ചെയ്തികൾക്കെതിരെ ശബ്ദമുയർത്തുക എന്നത് മറ്റുള്ള രാജ്യങ്ങളുടെ കടമയാണ്. ധൈര്യശാലികളായ നിരവധി നേതാക്കന്മാർ അത് ചെയ്യുന്നുമുണ്ട്. സ്പെയിനിന്റെ പ്രധാനമന്ത്രിയെ തന്നെ നോക്കൂ. സ്പെയിൻ അമേരിക്കയുടെ സഖ്യകക്ഷിയാണ്, നേറ്റോയുടെ ഭാഗമാണ്. എന്നിട്ടും സ്പെയിനിന്റെ പ്രധാനമന്ത്രി അമേരിക്കയ്ക്കെതിരെ സംസാരിക്കുന്നു. അവരുടെ മിലിറ്ററി ബേസുകൾ ഉപയോഗിക്കാൻ അമേരിക്കയ്ക്ക് സ്പെയിൻ അനുവാദം നൽകുന്നില്ല. La posición del gobierno de España se resume en 4 palabras: no a la guerra. എന്നാൽ ഇന്ത്യയുടെ കാര്യം ഒന്ന് നോക്കൂ. ഇന്ത്യൻ മഹാസമുദ്രം ഇന്ത്യയുടെ സ്വാധീനത്തിൽ വരുന്നതാണെന്ന് കഴിഞ്ഞ ഒരു ദശകമായി ഇന്ത്യ നൽകിക്കൊണ്ടിരിക്കുന്ന നെറേറ്റീവാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ പരിപൂർണ സംരക്ഷകരാണ് ഇന്ത്യൻ നേവി എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിരന്തരം പറയുന്നത്. ഭാരത് പൂരെ ഇന്ത്യൻ ഓഷൻ റീജൻ में ഫാസ്റ്റ് റിസ്പോണ്ടർ भी बनकर उभरा है. എന്നിട്ട് ഇന്ത്യയിൽ നിന്ന് സംയുക്ത നാവികാഭ്യാസം കഴിഞ്ഞു പോകുന്ന ഒരു കപ്പലിനെ നമ്മുടെ അറിവില്ലാതെ മുക്കിക്കളയുമ്പോൾ ഇന്ത്യക്ക് ശ്രീലങ്ക പോലുള്ള ചെറിയ രാജ്യത്തോടൊപ്പം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സുരക്ഷാ പങ്കാളി എന്ന് എങ്ങനെ സ്വയം വിശേഷിപ്പിക്കാനാകുമെന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. ചിലർ പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ മഹാസമുദ്രമല്ലെന്നാണ്. തങ്ങളുടെ രാഷ്ട്രീയ നേതാവിന്റെ പ്രതിച്ഛായ സംരക്ഷിക്കുന്നതിൽ മാത്രം ഒഴുകിയതുകൊണ്ട് തങ്ങളുടെ രാജ്യത്തിനെതിരാണ് സംസാരിക്കുന്നതെന്ന കാര്യം പോലും അവർ മറന്നുപോയി. ഇക്കാര്യം ചൈന പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രം ഇന്ത്യയുടെ പിന്നാമ്പുറമല്ലെന്നാണ് ചൈന പറയാറുള്ളത്. അത് ശരിയായിരുന്നെങ്കിൽ പിന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ പരിപൂർണ സംരക്ഷകരാകുന്നത് എങ്ങനെയാണ്? ഗാർഡിയൻ ഓഫ് ഇന്ത്യൻ ഓഷൻ എന്ന് എന്തിനു പറഞ്ഞു? ഇത് ഞാൻ പറയുന്നല്ല, നരേന്ദ്രമോദിയുടെ വാക്കുകളാണ്. ഇന്ത്യൻ നേവി ഭാരതീയ മഹാസാഗർ की गार्डियन की तरह तैनात है. അപ്പൊ എന്താണ് ഈ അവകാശവാദത്തിന്റെ ഒക്കെ അർത്ഥം? ഇത് ഒരു കാര്യത്തിൽ മാത്രമല്ല കൂട്ടരെ, ആഴത്തിൽ നോക്കിയാൽ കഥ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ജിയോ പൊളിറ്റിക്സ് മാത്രമല്ല രൂപമാറ്റം വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ലോകം മുഴുവൻ എത്ര വേഗത്തിലാണ് മാറിക്കൊണ്ടിരിക്കുന്നതെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. സഖ്യങ്ങൾ മാറുന്നു, സമ്പദ് വ്യവസ്ഥ പ്രവചനാതീതമാകുന്നു. ഇതൊന്നും സ്വീകരിക്കാൻ പറ്റാത്തവർ പിറകിലായി പോകുന്നു. ഇനി ഇതിലെ രാഷ്ട്രീയം കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാം. ടൈമിംഗ് ഒന്ന് നോക്കൂ. 2026 ഫെബ്രുവരി 25-നും 26-നും മോദി ഇസ്രായേലിലുണ്ടായിരുന്നു. അദ്ദേഹം നെതന്യാഹുവിന്റെ ഒപ്പം അത്താഴം കഴിച്ചു. ഇസ്രായേലി പാർലമെന്റായ നെസ്റ്റിൽ പ്രസംഗിച്ചു. ഇന്ത്യ ഇസ്രായേൽ നയതന്ത്ര ബന്ധത്തെക്കുറിച്ച് പ്രത്യേക സ്ട്രാറ്റജിക് ബന്ധമായി ഉയർത്തി. അതൊന്നും കൂടാതെ ഇസ്രായേൽ ഫാദർലാൻഡ് ആണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് മടങ്ങിപ്പോന്നു. അവിടുന്ന് കൃത്യം 48 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനിൽ ബോംബ് വർഷം തുടങ്ങി. ഈ ആക്രമണം ആഴ്ചകൾക്ക് മുന്നേ പദ്ധതിയിട്ടതാണെന്ന് ഇസ്രായേലി പ്രതിരോധ ഉദ്യോഗസ്ഥർ റോയിറ്റേഴ്സിനോട് പറഞ്ഞു. പ്രവർത്തിക്കാനുള്ള അവസരം വന്നപ്പോൾ പ്രവർത്തിച്ചു എന്നാണ് ഇസ്രായേലിന്റെ എൻവോയ് പറയുന്നത്. അതെ, മോദി രാജ്യം വിട്ടപ്പോൾ പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടിയത് മോദി ഇസ്രായേൽ വിട്ടപ്പോഴാണ് എന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. ഇവിടെ ഉയരുന്ന ചില ചോദ്യങ്ങളുണ്ട്. ആ കൂടിക്കാഴ്ചയിൽ എന്താണ് സംഭവിച്ചത്? കാരണം അതോടുകൂടി നരേന്ദ്രമോദി ഇസ്രായേലിന്റെ ഭാഗത്തേക്ക് മാത്രം ചായുന്നൊരു കാഴ്ച സത്യത്തിൽ അവിശ്വസനീയമായിരുന്നു. ഇറാൻ ഗൾഫ് രാജ്യങ്ങളിൽ ആക്രമണം നടത്തിയപ്പോൾ നരേന്ദ്രമോദി ട്വിറ്ററിലൂടെ ആക്രമണത്തെ ശക്തമായി അപലപിച്ചുകൊണ്ട് രംഗത്തെത്തി. ഒന്നിനു പിറകെ ഒന്നായി ട്വീറ്റുകൾ. പക്ഷെ അമേരിക്കയും ഇസ്രായേലും ഇറാനെ ആക്രമിച്ചപ്പോൾ അതിൽ പക്ഷപാതമില്ലാതെ അനുപാതമില്ലാതെ നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടപ്പോൾ, സ്കൂളിൽ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു, അവരുടെ നേതാവിനെ കൊന്നു, അപ്പോഴൊന്നും മോദി സർക്കാർ ഒന്നും പറഞ്ഞില്ല. അതിന് നെതന്യാഹു മോദിക്ക് പരസ്യമായി നന്ദി രേഖപ്പെടുത്തി. ഇസ്രായേലിന് പിന്തുണ നൽകി കൂടെ നിന്നതിനായിരുന്നു അത്. ജവഹർലാൽ നെഹ്റു ആയിരുന്നാലും ഇന്ദിരാഗാന്ധി ആയിരുന്നാലും അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നാലും മൻമോഹൻ സിംഗ് ആയിരുന്നാലും ശരി, സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ എല്ലാ പ്രധാനമന്ത്രിമാരും തന്ത്രപരമായ ഒരു ഭരണ സ്വാതന്ത്ര്യം കാത്തുസൂക്ഷിച്ചിരുന്നു. 1979 സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനിൽ അധിനിവേശം നടത്തിയപ്പോൾ ഇന്ദിരാഗാന്ധി പറഞ്ഞത് തനിക്കത് അംഗീകരിക്കാനാവില്ലെന്നായിരുന്നു. ഈ കയ്യേറ്റത്തിനെതിരെ ആദർശശുദ്ധിയുള്ള ഒരു നിലപാട് പരസ്യമായി എടുക്കുകയും ചെയ്തു അവർ. അപ്പോൾ സോവിയറ്റ് യൂണിയനും ഇന്ത്യയും വളരെ സഖ്യത്തിലായിരുന്നു. അതുപോലെ 2023 അമേരിക്ക ഇറാഖിനെ അധിനിവേശിച്ചപ്പോൾ 20,000 പട്ടാളക്കാരെ അയക്കണമെന്ന അമേരിക്കയുടെ ആവശ്യത്തെ തള്ളുകയും പാർലമെന്റിൽ ഏകകണ്ഠമായി ഇറാഖ് യുദ്ധത്തെ അപലപിക്കുകയും ചെയ്തു അടൽ ബിഹാരി വാജ്പേയി. भारत सरकार जोर देकर यह आग्रह करती है कि ऐसी कोई सैन्य कार्रवाई न की जाए जिससे अंतर्राष्ट्रीय समुदाय की सामूहिक सहमति प्राप्त न हो. 2011 അമേരിക്ക ലിബിയയിൽ അധിനിവേശം നടത്തിയപ്പോൾ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ഐക്യരാഷ്ട്രസഭയിൽ നടത്തിയ പ്രസംഗത്തിന്റെ പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരെ ശക്തമായ ഭാഷയിൽ അദ്ദേഹം വിമർശനം നടത്തി. We will succeed if we adopt a cooperative rather than a confrontationalist approach. നിങ്ങൾ ഈ ലേഖനം ഒന്ന് വായിച്ചു നോക്കൂ. അന്ന് ആ ഹാളിലെ കയ്യടികൾ ഉയർന്നതായിരുന്നുവെന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയുടെ നിലപാട് എന്നും സന്തുലിതവും ധാർമ്മികവുമായിരുന്നു. ഇന്ത്യ ഇതും സത്യത്തിന് വേണ്ടി ശബ്ദമുയർത്തിയിരുന്നു.
എന്നാൽ ഇപ്പോൾ ആ ധാർമ്മികതയാണ് നരേന്ദ്രമോദി ചവറ്റുകട്ടയിൽ തട്ടിയത്. ഇപ്പൊ നോക്കൂ എന്തൊക്കെ തലക്കെട്ടുകളാണ് വരുന്നത്. മോദിയുടെ ഇറാന്റെ മേലുള്ള മൗനം, മിഡിൽ ഈസ്റ്റിൽ സ്വരം നഷ്ടപ്പെട്ട് ഇന്ത്യ, അമേരിക്കയിൽ ഒരു വാർത്താ അവതാരക പറയുന്നത് ഇസ്രായേൽ ഇന്ത്യയുടെ ചോര കുടിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നാണ്. മോദി സർക്കാർ ഇസ്രായേലിന് മുന്നിൽ മുട്ടുകുത്തിയിരിക്കുകയാണെന്നാണ് അവർ പറയുന്നത്. They could suck the life out of that country. It looks like Narendra Modi opening up his legs to Israel. മോദി സർക്കാർ വിചാരിച്ചിരുന്നെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ ഒരു സന്തുലിതമായ പ്രസ്താവന നൽകാമായിരുന്നു. രാഷ്ട്രങ്ങളുടെ പരമാധികാരവും അന്താരാഷ്ട്ര നിയമങ്ങളെയും മാനിക്കണം, രണ്ട് ഭാഗത്ത് നടക്കുന്ന ആക്രമണങ്ങളെ അപലപിക്കാമായിരുന്നു. പക്ഷെ എന്താ കാരണം എന്നറിയില്ല, ഇന്ത്യയെ നിരന്തരം അവഹേളിക്കുന്ന രാജ്യങ്ങളുടെ പക്ഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിടിച്ചത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം നിർത്തിയത് താനാണെന്നും ഇന്ത്യയുടെ ഒരു ചത്ത സമ്പദ് വ്യവസ്ഥയാണെന്നും ട്രംപ് ഇടയ്ക്കിടെ പറയുന്നുണ്ട്. ഇന്ത്യക്കാരെ ചങ്ങലകളിൽ ബന്ധിച്ച് നാട് കടത്തിയിട്ടുണ്ട്. വ്യാപാരത്തിൽ ചൈനയ്ക്ക് നൽകിയ ആനുകൂല്യങ്ങൾ ഇന്ത്യക്ക് നൽകില്ലെന്ന് അമേരിക്കയുടെ ഡെപ്യൂട്ടി സെക്രട്ടറി ഫോർ സ്റ്റേറ്റ് പരസ്യമായി തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. But again, India should understand that we're not going to make the same mistakes with India that we made with China 20 years ago. വ്യാപാര കരാറിലൂടെ അമേരിക്ക ഇന്ത്യയെ ഒരിക്കലും വളരാൻ വിടില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയ്ക്ക് മുന്നിൽ പൂർണ്ണമായും അടിയറവ് വെച്ചുവെന്ന് പ്രതിപക്ഷം പറയുന്നു. പക്ഷെ ചോദ്യം ഇതാണ്, എന്നാൽ എന്തുകൊണ്ടായിരിക്കും അത്? ചില പ്രതിപക്ഷ നേതാക്കൾ പറയുന്നത് അത് അദാനിക്ക് വേണ്ടിയാണെന്നാണ്. നരേന്ദ്രമോദിയുടെ സുഹൃത്ത് അദാനി അമേരിക്കയിൽ ഒരു അഴിമതി ആരോപണം നേരിടുന്നുണ്ട്. ഇക്കാര്യം പറഞ്ഞ് ഡൊണാൾഡ് ട്രംപ് മോദിയെ ഭീഷണിപ്പെടുത്തുന്നുവെന്നാണ് പറയപ്പെടുന്നത്. प्राइम मिनिस्टर एक ही व्यक्ति के लिए काम करते हैं, अदानी, सारे के सारे स्मॉल बिजनेसेस उड़ा दिए. आप देख लीजिए, ये डील होगी, ट्रंप डिफाइन करेगा ये डील कैसे होगी और मोदी वही करेगा जो ट्रंप कहेगा. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ, സ്പെയിനിലെ പ്രധാനമന്ത്രി വരെ അമേരിക്കയ്ക്കെതിരെ പറയുന്നു. സ്പെയിൻ അമേരിക്കയുടെ സഖ്യമാണ്, നാറ്റോയിൽ അംഗമാണ്. എന്നിട്ടും തങ്ങളുടെ മിലിറ്ററി ബേസുകൾ ഉപയോഗിക്കാൻ അമേരിക്കയെ സ്പെയിൻ അനുവദിക്കുന്നില്ല. അതേസമയം ഇന്ത്യ എന്നും ഒരു നിഷ്പക്ഷ രാജ്യമായിരുന്നു, എപ്പോഴും തങ്ങളുടെ ധാർമ്മികത കാത്തു സൂക്ഷിക്കുമായിരുന്നു. എന്നിട്ടും നരേന്ദ്രമോദിക്ക് അടിസ്ഥാനപരമായി ചങ്കൂറ്റം കാണിക്കാൻ കഴിയുന്നില്ല. ਸੋ ਇਸ ਗੱਲ ਦਾ ਜਵਾਬ ਦੇਣਾ ਚਾਹੀਦਾ ਹੈ ਮੋਦੀ ਸਾਹਿਬ ਨੂੰ ਕਿ ਆਪਾਂ ਵਿਸ਼ਵ ਗੁਰੂ ਬਣਨਾ ਸੀ ਤੇ ਵਿਸ਼ਵ ਚੇਲੇ ਕਿਉਂ ਬਣੇ. സുഹൃത്തുക്കളെ, ഞാൻ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ വിദേശ നയത്തെക്കുറിച്ചാണ്. ഇതൊക്കെ നമ്മളെ എങ്ങനെ ബാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നാം. എന്നാൽ ഇനി പറയാൻ പോകുന്നത് നിങ്ങളുടെ പോക്കറ്റിനെ നേരിട്ട് ബാധിക്കുന്ന ചില കാര്യങ്ങളാണ്. അത് എണ്ണയെക്കുറിച്ചാണ്. പണ്ട് മുതൽക്കേ ഇന്ത്യയുടെ സഖ്യകക്ഷിയാണ് റഷ്യ. എന്നാൽ അമേരിക്കയുടെ നിർദ്ദേശത്തെ തുടർന്ന് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യ നിർത്തിവെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഹോർമോസ് കടലിടുക്ക് അടിച്ചതോടെ മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയെ കാര്യമായി ബാധിച്ചു. ഇന്ത്യക്ക് ആവശ്യമായ ഇറക്കുമതിയുടെ 55% മിഡിൽ ഈസ്റ്റിൽ നിന്നാണ് വാങ്ങുന്നത്. അതായത് രണ്ട് ഭാഗത്തു നിന്നുമുള്ള ഇറക്കുമതി നിലച്ചിരിക്കുകയാണ് ഇപ്പോൾ. അതുമാത്രമല്ല, ചൈനയെ പോലെ ഇന്ത്യയുടെ പക്കൽ അടിയന്തര ആവശ്യങ്ങൾക്കുള്ള എണ്ണ ശേഖരമില്ല. കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് പുരി ഫെബ്രുവരിയിൽ പാർലമെന്റിൽ പറഞ്ഞത് ഇന്ത്യയുടെ പക്കൽ 74 ദിനത്തേക്കുള്ള എണ്ണയെ ഇനിയുള്ളൂ എന്നാണ്. എന്നാൽ മോദി സർക്കാർ പറയുന്നത് 25 ദിവസത്തേക്കുള്ള എണ്ണയുണ്ടെന്നാണ്. ഏതാണ് ശരിയെന്ന് ആർക്കറിയാം? ഇതിൽ ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയാമോ? റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ ഇന്ത്യക്ക് അമേരിക്ക അനുമതി നൽകിയെന്ന വാർത്തയാണ്. അത് 30 ദിവസത്തേക്ക്. The Indians had been very good actors. We had asked them to stop buying sanctioned Russian oil this fall. They did. They were going to substitute it with U.S. oil. But to ease the temporary gap of oil around the world, we have given them permission to accept the Russian oil. We may unsanction other Russian oil. You know, ഒന്ന് ആലോചിച്ച് നോക്കൂ, പരമാധികാരമുള്ള ഒരു സ്വതന്ത്ര രാജ്യത്തിന് മറ്റൊരു രാജ്യത്ത് നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യാൻ മൂന്നാമതൊരു രാജ്യത്തിന്റെ അനുമതി വേണമെന്ന് പറയുന്നത് എന്തൊരു നാണക്കേടാണിത്. അമേരിക്കൻ ട്രഷറി സെക്രട്ടറി പറയുന്നത് ഇതൊരു ഹ്രസ്വകാല നടപടിയാണെന്നും ഇതിനുശേഷം അമേരിക്കയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് ഇന്ത്യ വർദ്ധിപ്പിക്കുമെന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. ആലോചിച്ച് നോക്കൂ, എത്ര അപമാനകരമാണത്. ഇവിടെ വീണ്ടും ഒരു ചോദ്യം ഉയരുകയാണ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിന്റെ കയ്യിലെ പാവയാണോ? രാഹുൽ ഗാന്ധി കഴിഞ്ഞ മാസം ഇക്കാര്യം പാർലമെന്റിൽ ഉന്നയിച്ചിരുന്നു. Now the United States will decide who we buy oil from. They will decide. Our Prime Minister will not decide. ഇതിന്റെ എല്ലാം അനന്തരഫലങ്ങൾ ഇപ്പോൾ തന്നെ നമ്മൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. LPG ഗ്യാസിന്റെ വില 60 രൂപ വർദ്ധിപ്പിച്ചു. യുദ്ധത്തിലേക്ക് തിരിച്ചു വന്നാൽ ചോദ്യം ഇതാണ്, ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇറാനിൽ ഖമനേയിയെ വധിച്ചാൽ അവിടെ ഒരു ആഭ്യന്തര വിപ്ലവം ഉണ്ടാകുമെന്നും ജനം ഇസ്ലാമിക ഭരണകൂടത്തെ തള്ളിക്കളയുമെന്നാണ് അമേരിക്ക വിചാരിച്ചത്. എന്നാൽ അത്തരത്തിലുള്ള യാതൊന്നും ഇതുവരെയും സംഭവിച്ചില്ല. ഇസ്ലാമിക ഭരണത്തിനാണ് ഇപ്പോഴും നിയന്ത്രണം. കൂടാതെ അവർ തങ്ങളുടെ പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതിനിടെയാണ് അമേരിക്ക മറ്റൊരു ഭയാനകമായ കളി കളിക്കുന്നത്. ഇറാനിലെ ഇസ്ലാമിക് ഭരണത്തെ അട്ടിമറിക്കുന്നതിനായി ട്രംപും CIA ചേർന്ന് കുർദ് വിപ്ലവ സംഘങ്ങളോട് ചർച്ച നടത്തുന്നു. അവർക്ക് ആയുധങ്ങൾ നൽകി വിപ്ലവം സൃഷ്ടിച്ച് ഭരണകൂടത്തെ അട്ടിമറിക്കുകയാണ് പദ്ധതി. ഇറാഖിലും സിറിയയിലും CIA പരത്തിയ അതേ തന്ത്രം.
അതിന്റെ നഷ്ടം ലോകത്തിന് മുഴുവനുമാണ് ഒടുക്കേണ്ടി വന്നത്. അമേരിക്കൻ അജണ്ടകൾ നടപ്പാക്കുന്നതിന് വ്യത്യസ്ത സംഘങ്ങൾക്കും സംഘടനകൾക്കും ആയുധങ്ങൾ കൊടുക്കുക, ആ സംഘങ്ങൾ പരസ്പരം തമ്മിലടിച്ചത് ആഭ്യന്തര യുദ്ധമായി മാറുക, ഇത്തരം സാഹചര്യങ്ങളിലാണ് പുതിയ തീവ്രവാദ സംഘടനകൾ രൂപം കൊള്ളുന്നത്. ഇക്കാരണം കൊണ്ടാണ് ഇറാഖിലും സിറിയയിലും ഐസിസിനെ കാണാനായത്. അതുപോലെ ഇനി ഇറാനിലും ആവർത്തിച്ചാൽ അതിന്റെ നഷ്ടം നികത്തേണ്ടത് ലോകം മുഴുവനുമായിരിക്കും. ഈ യുദ്ധം അടുത്തൊന്നും അവസാനിക്കാനുള്ള യാതൊരു ലക്ഷണവും കാണുന്നില്ല. ദിവസം ചെല്ലുംതോറും അതിന്റെ ആഘാതം കൂടി വരികയാണ്. ഏതെങ്കിലും ഒരു സൂപ്പർ പവർ രാജ്യം വേറെ ഒരു രാജ്യത്ത് ഡെമോക്രസി കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ നാശമല്ലാതെ അവിടെ മറ്റൊന്നും ഉണ്ടാവില്ലെന്നതിന് ചരിത്രം സാക്ഷിയാണ്. ഇതിലെ ദൗർഭാഗ്യകരമായ കാര്യം, ഇതിന്റെ നഷ്ടങ്ങളെല്ലാം പേറേണ്ടത് സാധാരണക്കാരായ ജനങ്ങളാണ്. അത് ഇറാനിലെയോ ഇസ്രായേലിലെയോ UAE-യിലെയോ ഖത്തറിലെയോ ബഹ്റിനിലെയോ ഇന്ത്യയിലെയോ എന്തിന് അമേരിക്കയിലെ ജനങ്ങൾ പോലും ആകട്ടെ, അവരാണ് അത് അനുഭവിക്കേണ്ടി വരിക. അമേരിക്കയിൽ അടുത്തിടെ ഒരു സെനറ്റ് ഹിയറിംഗിൽ ഒരു മുതിർന്ന മിലിറ്ററി ഉദ്യോഗസ്ഥൻ വ്യക്തമായി പറഞ്ഞൊരു കാര്യം ഇതാണ്: അങ്ങനെ ഇസ്രായേലിന്റെ കയ്യിലെ പാവയാവരുത്, ഇസ്രായേലിന്റെ യുദ്ധങ്ങൾ നാം പോരാടാതെ ഇരിക്കും. പക്ഷെ എന്തുണ്ടായി? അദ്ദേഹത്തെ കൈകേറ്റം ചെയ്യുകയും ആ റൂമിൽ നിന്ന് വലിച്ചു പുറത്തിടുകയും ചെയ്തു. Israel is the reason for this war. America does not want to fight this war for Israel. Let's go. Come on, let's go. America does not want to send its sons and daughters to war for Israel. Your inability. बहुत बहुत धन्यवाद.